ഒന്നിരിക്കൽ വന്നാസിയാതി ഗർഖ വന്നാശിതാതി നശ്ത വസ്സാബിഹാതി സബ്ഹ ഫസ്സാബിഖാതി സബ്ഖ ഫൽമുദബ്ബിറാതി അംറ. രണ്ടു തരത്തിൽ റൂഹിനെ പിടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒന്ന് വന്നാസിയാതി ഗർഖ, അവന്റെ അനുവാദം ചോദിക്കാതെ ചീന്തി ഇങ്ങോട്ടെടുക്കും. അത് ഈ ജീവിതം മോശമായത് കൊണ്ടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം. മുസ്ലിമിന്റെ ഒരു ദിവസം എങ്ങനെയാവണം എന്ന് മനസ്സിലാവണമെങ്കിൽ ഇതെന്താണ് മനസ്സിലാവണം. ഇപ്പോഴത്തെ ഈ ദിവസങ്ങൾ, ഈ കടന്നു പോകുന്ന ദിവസങ്ങൾ അള്ളാഹു അത് അർത്ഥത്തിലാക്കി തരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വന്നാസിയാതി ഗർഖ, പിടിച്ച് ഒറ്റപ്പിടുത്തം പിടിച്ചങ്ങോട്ട് ചീന്തിയെടുക്കും. മണിക്കൂർ കണക്കിന് അവനെ സക്രാത്തിലിടുന്നതാണ്. എന്നിട്ട് അവന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ഇറച്ചി അവന്റെ എല്ലിൽ നിന്ന് ചീന്തുന്നത് പോലെ ചീന്തിയെടുക്കുന്നതാണ്. ഒരു പക്ഷേ 2-3 ദിവസം വരെ ഈ പ്രവർത്തനം അനുഭവപ്പെടുന്നതാണ്. നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ വന്നാശിതാതി നശ്ത വന്നാശിതാതി നശ്ത വന്നാശിതാതി നശ്ത. സാവകാശം സാവകാശം. ആ റൂഹിനെ നോക്കിക്കണ്ടാൽ അറിയും. ഞാൻ ഈ കോഴിക്കോട് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു മയ്യത്ത് കാണാൻ വേണ്ടി പോയി. അല്ലാഹു ആ ആൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ മയ്യത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ഞാൻ കഫൻ ഇങ്ങനെ മൂടാനായിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് തോന്നി ആ മനുഷ്യനോട് ചിരിച്ചോ എന്ന് തോന്നിപ്പോയി. എനിക്ക്, ഞാൻ ഹക്ക് പറയാണ്, ആ മനുഷ്യനോട് ചിരിച്ചോ എന്ന് എനിക്ക് തോന്നിപ്പോയി. വല്ലാത്ത മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അനുഭവിക്കണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഉൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് ഞങ്ങളെ രക്ഷിതാവെന്ന് പറയുകയും ഈ ദിനരാത്രങ്ങൾ യഥാവിധി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ തതനസ്സലു അലൈഹിമുൽ മലക്കു എന്നല്ല, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകളുടെ കൂട്ടം തന്നെ ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരും. അല്ലാ തഖാഫു, അല്ലാഹുവേ അല്ലാഹുവേ ആ മരണം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ, ആ മരണം നൽകണമേ റബ്ബേ. നമ്മൾ കണ്ടിട്ടില്ലേ ആ മരണമൊക്കെ? അങ്ങനെ മരിച്ചവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. ഈ കോഴിക്കോട്ടിൽ നിന്ന് വളർന്നു വരികയും എന്നിട്ട് മലബാറിൽ വെളിച്ചം ചൊരിയുകയും ചെയ്ത മഹാനായ പണ്ഡിത പ്രതിഭ, മഹാനായ ശംസുൽ ഉലമയുടെ മരണം കേരളം എക്കാലത്തെ ജനങ്ങൾക്കും മലയാളവും അറബിയും പഠിക്കുന്ന ജനങ്ങൾക്കെല്ലാം എക്കാലത്ത് മനുഷ്യഗന്ധം ഇവിടെയുണ്ടോ അക്കാലത്തേക്ക് പാഠമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഖിറു അൽഫാലിൽ അദാനി മുഖാരിനു ബിഅൻഫാസിഹിൽ ഉഖറ അല്ലതി ലം തുആഖബി. ബാങ്ക് കൊടുക്കൂ, ബാങ്കിന് ഇങ്ങനെ ജവാബ് കൊടുത്തുകൊണ്ടേ ഇരുന്നു. ബാങ്കിന്റെ അവസാനത്തെ വാക്ക് പറഞ്ഞു. ഏതാ ബാങ്കിന്റെ അവസാനത്തെ വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴിഞ്ഞു, പിന്നെ വിട്ടിട്ടില്ല. കഴിഞ്ഞു. കൂടിയ ആളുകളോടൊക്കെ യാസീൻ ഓതാൻ പറഞ്ഞു. യാസീൻ ഇങ്ങനെ അവസാനിക്കുന്നു. യാസീൻ അവസാനിക്കുമ്പോഴേത്തിന് ബാങ്ക് കൊടുത്തു. ബാങ്ക് അവസാനിക്കുമ്പോൾ അവസാനത്തെ മറുപടിയും പറഞ്ഞു. എന്തൊക്കെയാ അപ്പൊ ചെയ്തത്?
ബാങ്കിന് മറുപടി കൊടുത്തു, ബാങ്കിന് ജവാബ് കൊടുത്തു, തനിക്ക് റബ്ബിനും ജവാബ് കൊടുത്തു, തന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെക്കുകയും ചെയ്തു. അതാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. അവരൊന്നും ഏക്കറകൾ സമ്പാദിച്ചവരായിരുന്നില്ല, അവരൊന്നും സമുന്നതമായ രാജകീയ ആഡംബര വാഹനങ്ങളിൽ സഞ്ചരിച്ചവരായിരുന്നില്ല. അവരിന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എല്ലാ വെള്ളിയാഴ്ചയും 2 അൽഖഫ് ഓടിയിരുന്നു മഹാനായ അബുൽ ഹസൻ അലി അന്നദവി റഹ്മഹുല്ലാഹ്. മഹാനായ ഹനഫി പണ്ഡിതനായിരുന്നു, ബഹുമാനപ്പെട്ടവർ. ഖാദിരി ത്വരീഖത്തിൽ ശൈഖായിരുന്നു, ഇജാസത്ത് കൊടുക്കുന്ന ആളായിരുന്നു, വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി അന്നദവി റഹ്മഹുല്ലാഹ്. 2ാമത്തെ അൽഖഫ് ഓടി കഴിഞ്ഞു, കുഴക്ക് വന്നു, വീണു, മരിച്ചു. വെള്ളിയാഴ്ച മരിച്ചു. അന്നും 2ാമത്തെ അൽഖഫ് ഓടി, 2ാമത്തെ അൽഖഫ് ഒന്നും, 2ാമത്തെ അൽഖഫ് ഓടി കഴിഞ്ഞു, തളർച്ച വന്നു, വീണു, മരിച്ചു. അവസാനത്തെ ദിവസം 2 അൽഖഫ് ഓതിയിരുന്നു. ചിന്തിക്കണം, ഈ കോഴിക്കോട്ട് നിന്ന് പുറത്തിറങ്ങുന്ന ഒരു വാരിക ഒരിക്കൽ ഇവിടെ നടത്തിയ ഒരു ചർച്ചയിൽ വെള്ളിയാഴ്ച അൽഖഫ് ഓതുന്നതിൽ സുന്നത്തുണ്ടോ എന്നൊരു ചർച്ച നടത്തിയതായി എനിക്ക് ഓർമ്മ വരികയാണ്. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ബുദ്ധിയുള്ളവരൊക്കെ ചിന്തിക്കണം, ബുദ്ധിയുള്ളവർ ചിന്തിക്കണം. കോഴിക്കോട്ടെ ഒരു വാരിക ഒരിക്കൽ നടക്കിയ ഒരു ചർച്ചയാണ് വെള്ളിയാഴ്ച അൽഖഫ് പോകുന്നതിൽ വല്ല പ്രത്യേകതയുണ്ടെന്നൊരു മുസ്ലിം വാരിക. അതാ രസം. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. നല്ലവർക്ക് ഇതൊക്കെ ഉപദേശമാവുമല്ലോ. അള്ളാഹു നന്മയിലേക്ക് മടങ്ങി വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പലരും മനുഷ്യനൊക്കെ നന്മയെ അകറ്റിക്കൊണ്ടുപോയി, വളരെ ദൂരത്ത് കൊണ്ടുപോയി. അതവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അവിടുന്ന് അങ്ങോട്ട് മാറി നിന്നിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ചിന്തിക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഈ ആയുസ് ഉപയോഗപ്പെടുത്തിയതിന് മരണം തന്നെ 2 രംഗം. ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്നെ എല്ലാവരും കുടുങ്ങിയ അവസ്ഥ. എന്തായാലും വേണ്ടില്ല. ഖബർ തന്നെ 2 ജാതി. ഒരു ഖബർ കോഴിക്കോട്ടെ ഒരു മഹാനായ മലബാറിൽ ഓടി നടന്നിരുന്ന ഒരു മനുഷ്യന്റെ ഖബർ ഖദീജ ബീവിയുടെ കാലിന്റെ ചോട്ടിൽ. ആരാ ഖദീജ ബീവി? ബുദ്ധിയുള്ളവരെ മനസ്സിലാക്കി. മലബാറിൽ ഓടി നടന്നിരുന്ന ഒരു മനുഷ്യന്റെ ഖബർ ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാലിന്റെ ചോട്ടിൽ. ആരാ ഖദീജ ബീവി? 4 സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗീയ വനിതകളുടെ നേതാക്കൾ 4 ആളുകളാണ്. 1 ഖദീജ ബിൻത് ഖുവൈലിദ്, 2 ഫാത്തിമ ബിൻത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 3 ആസിയ ബിൻത് മുസാഹിം, 4 മറിയം ബിനതു ഇമ്രാൻ. ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 റഹ്മത്തുള്ള വെറുതെ പറയൂല, വെറുതെ പറയലിനെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 പെണ്ണുങ്ങൾ സ്വർഗീയ വനിതകളുടെ നേതാക്കളാണെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 പെണ്ണുങ്ങളിലും നേതാവാണ് ഖദീജ ബീവി. എന്തുകൊണ്ട് ഖുർആനിൽ പേര് പറയപ്പെടേണ്ട ആവശ്യം ഇല്ലെങ്കിലും നേതാവാണ് ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. എന്തുകൊണ്ട് ഖുർആൻ വ്യംഗ്യമായി അവിടുത്തെ സേവനത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് മറ്റു 2 പെണ്ണുങ്ങളുടെയും ഏറ്റവും വലിയ മഹത്വം അവർ പരലോകത്തെ ഹബീബിന്റെ ഭാര്യമാരാണ് എന്നാണ്. എന്നാൽ ഖദീജ ബീവി ഈ ലോകത്തും ഹബീബിന്റെ ഭാര്യയാണ്, പരലോകത്തും ഹബീബിന്റെ ഭാര്യയാണ്. അപ്പോൾ പിന്നെ ഫാത്തിമ ബീവി ഇല്ലേ? ഫാത്തിമ ബീവിയുടെ പോലും നേതാവ് ഖദീജ ബീവിയാണ്. എന്തുകൊണ്ട്? അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗം. ഇത് ഫാത്തിമ റളിയല്ലാഹു അൻഹക്കും ബാധകമാണ്. അപ്പോൾ മനുഷ്യകുലം കണ്ട ഏറ്റവും വലിയ മഹദിയുടെ കാലിന്റെ ചോട്ടിൽ കടന്നു മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാവ്, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബഫഖ് തങ്ങൾ റഹിമഹുല്ലാഹ്. എന്നാൽ മലബാറിൽ ഓടി നടന്ന വേറൊരാളെ ഞാൻ പറയാ, എവിടെയാണ് അയാളെ ഖബർ ആർക്കും അറിയില്ല. കുറ്റിപ്പുറത്ത് പോയിട്ട് ചേകനൂരി എന്നൊരു സ്ഥലമുണ്ട്.
ചിന്തിക്കണം. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കണം. അതാണ് ഈ ദിനരാത്രങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കുക. ഒരാൾ മുത്തഖയാണോ എന്ന് തീരുമാനിക്കുന്നത് അയാളെ മരണം കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ അങ്ങനെ തീരുമാനിക്കും. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബതു ലിൽ മുത്തഖീൻ എന്നാ പറഞ്ഞു. മുത്തഖീങ്ങളുടെ തീരുമാനം, മുത്തഖീങ്ങൾക്ക് നല്ല മരണമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ.